ITI വേണമെന്ന 4 പതിറ്റാണ്ടിലേറെ കാലത്തെ ആവശ്യം യാഥാർത്ഥ്യമാക്കുമെന്ന ഉറപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നൽകിയിരുന്നു. ആ ഉറപ്പ് ഇപ്പോൾ പാലിച്ചിരിക്കുകയാണ്. ഗവൺമെന്റ് ഏതാണ്ട് 2 മാസം മുമ്പാണ് 4 പുതിയ ഗവൺമെന്റ് ITIകൾക്ക് അനുമതി നൽകിയത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്തിന്റെ മേൽ കേന്ദ്രം അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. ആ പ്രതിസന്ധി എല്ലാം ഉണ്ടായിട്ടും പുതിയ 4 ഗവൺമെന്റ് ITIകൾ ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൽ ഒന്നാണ് നാഗലശ്ശേരി, തൃത്താലയിലെ നാഗലശ്ശേരി ITI. തിരുവനന്തപുരത്തെ ചാല, കൊല്ലൂർ മണ്ഡലത്തിൽ 1, അതുപോലെ എടപ്പാൾ 3 വേറെ. ഈ 4 എടപ്പാൾ ഒഴികെ ബാക്കി 3 ഇപ്പോൾ ആരംഭിക്കുകയാണ്. എടപ്പാൾ അധികം വൈകാതെ തന്നെ ആരംഭിക്കും. നമ്മുടെ തൃത്താലയിലെ ITIയുടെ സ്ഥിരം ക്യാമ്പസ് ഉദ്ദേശിക്കുന്നത് നാഗലശ്ശേരിയിലാണ്. അവിടെ പഞ്ചായത്തിന്റെ സ്ഥലവും അതിന് ലഭ്യമാണ്. ആ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സ്ഥലം കൈമാറുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് കാത്തു നിൽക്കാതെ തന്നെ താൽക്കാലിക ക്ലാസുകൾ ഉടൻ ആരംഭിക്കുകയാണ്. അതിന് ഇറിഗേഷന്റെ കൈവശമുള്ള സ്ഥലം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. വെള്ളിയാങ്കല്ലിലെ ഇറിഗേഷന്റെ സ്ഥലമാണ് അതിന് കണ്ടിട്ടുള്ളത്. അവിടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി 9-ാം തീയതി മുതൽ ക്ലാസ് ആരംഭിക്കും. ഡിസംബർ 9-ാം തീയതി മുതൽ ക്ലാസ് ആരംഭിക്കും. അപേക്ഷാ ഫോറം വിതരണം നേരത്തെ ആരംഭിച്ചു. 7-ാം തീയതി പുതിയ ITIയുടെ ഔദ്യോഗികമായിട്ടുള്ള താൽക്കാലിക ക്ലാസുകളുടെ ഉദ്ഘാടനം നടക്കുക. അപ്പോൾ തൃത്താലയെ സംബന്ധിച്ച് ഒരു ദീർഘകാലത്തെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ദിവസമാണ് ഡിസംബർ 7 എന്നത്. അന്ന് ഇതിന് ഉദ്ഘാടനം നടക്കും. ഈ ITIകൾക്ക് 24-25 ബജറ്റിൽ അംഗീകാരം നൽകിയിരുന്നതാണ്. 4 കോഴ്സുകളാണ് തൃത്താല ITIയിൽ ആരംഭിക്കുക. അതിലൊന്ന് ഡ്രാഫ്റ്റ്മാൻ സിവിൽ, 2 ഇൻഫർമേഷൻ ടെക്നോളജി, 3D പ്രിന്റിംഗ്, കമ്പ്യൂട്ടർ എംബ്രോയിഡറി ഡിസൈനിങ്. ഈ 4 കോഴ്സുകളാണ്. അതിൽ ഇപ്പോൾ ഈ വർഷം ആരംഭിക്കുന്നത് 2 കോഴ്സുകളാണ്, ഡ്രാഫ്റ്റ്മാൻ സിവിലും ഇൻഫർമേഷൻ ടെക്നോളജിയും. ഇതിന്റെ പ്രത്യേകത ഈ 4 കോഴ്സുകളിൽ 3 ഏറ്റവും ആധുനികമായ കോഴ്സുകളാണ് എന്നതാണ്. ഡ്രാഫ്റ്റ്മാൻ സിവിൽ എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ കോഴ്സാണ്. പക്ഷേ മറ്റ് 3 ഏറ്റവും ആധുനികമായിട്ടുള്ള കോഴ്സുകളാണ്. അപ്പൊ ഇത് കേരളത്തിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നടത്തുന്ന ശ്രമത്തിന്റെ കൂടി ഭാഗമാണ്. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവണം. അപ്പോൾ സ്കിൽ ഡെവലപ്മെന്റിന് വലിയ പ്രാധാന്യവും ഊന്നലുമാണ് ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടി ഭാഗമാണ് സ്കിൽ ഡെവലപ്മെന്റിന് വേറെ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടി ഭാഗമാണ് വിദഗ്ധ തൊഴിലാളികളെ സൃഷ്ടിക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ച് നൂതനമായ സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ വിദഗ്ധ തൊഴിലാളികളെ സൃഷ്ടിക്കാൻ കഴിയുന്ന കോഴ്സുകളുമായി പുതിയ ITI, പരമ്പരാഗത ITI അല്ല ആരംഭിക്കുന്നത്, പുതിയ ITIകൾ ആരംഭിക്കുന്നു എന്നത്. 7-ാം തീയതിയാണ് ഉദ്ഘാടനം. 7-ാം തീയതി രാവിലെ ക്ലാസ് ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം 10:30 മണിക്ക് നടക്കും. 9-ാം തീയതി മുതൽ, തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ ആരംഭിച്ചു തുടങ്ങും. ഉദ്ഘാടന പരിപാടിയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം നാളെ നടക്കും. ഉദ്ഘാടനം തൃത്താല വെച്ചിട്ടില്ലേ? പരിപാടിയൊക്കെ ഉദ്ഘാടന ചടങ്ങ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് നടത്തുന്നത്. ചടങ്ങൊക്കെ തൃത്താല വെച്ചിട്ടുണ്ട്. അതെ, കാരണം ഇപ്പൊ അവിടെ ഇല്ലേ താൽക്കാലിക ക്ലാസ് ആരംഭിക്കുന്നത്. പുതിയ കെട്ടിടം സ്ഥലം കൈമാറുന്നതിന്റെ വിധേയമായിട്ട് നിർമ്മാണം ആരംഭിക്കും. പുതിയ കെട്ടിടം പൂർത്തിയാവുന്നതോടുകൂടി അവിടേക്ക് മാറ്റും. ഇപ്പോൾ ITI വന്നു. അതുപോലെ നമ്മുടെ കൂട്ടക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. 2018 പ്രളയത്തിൽ എല്ലാം തകർന്ന് തരിപ്പണമായി പോയതാണ്, പിന്നീട് ഉപേക്ഷിച്ചതാണ്. അത് പുനരുജ്ജീവിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് മാത്രമല്ല, അതിന്റെ പണി അതിവേഗത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഗാംഗക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ്, അത് കുമ്പിടിയുടെയും തൃത്താലയുടെയും മുഖച്ഛായ മാറ്റുന്ന പദ്ധതിയാണ്. നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും. പാലനിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയമാനുസൃതമല്ലേ ചെയ്യാൻ പറ്റും. അതിനാവശ്യമായ സമയമെടുക്കും. അത് കഴിഞ്ഞാൽ അപ്രോച്ചോടുകൂടി ആയിക്കഴിഞ്ഞാൽ ഈ കുമ്പിടിയുടെ മുഖച്ഛായ തന്നെ കൂടി മാറുകയാണ്. ഇതൊക്കെ വൻകിട പദ്ധതികളാണ്. 105 കോടി രൂപയാണ് കാങ്കപ്പുഴ, 35 കോടിയാണ് നമ്മുടെ കൂട്ടക്കടവ്, ഞാങ്ങാട്ടിൽ തടയണം.
ഇങ്ങനെ വലിയ പദ്ധതികൾ. റോഡുകളുടെ കാര്യത്തിൽ അല്പം കാലതാമസം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മഴ മാറുന്നതോടുകൂടി എല്ലാ നിർമ്മാണം ഉടൻ ആരംഭിക്കും. 16 റോഡുകൾ മെയ് മാസത്തിൽ പൂർത്തിയാക്കാനാവും, അപ്രതീക്ഷിതമായ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ എന്നാണ് കാണുന്നത്. കാരണം ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ഫണ്ടൊക്കെ നേരത്തെ അനുവദിച്ചതാണ്, ഭരണാനുമതിയൊക്കെ കിട്ടിയതാണെങ്കിലും നിർമ്മാണം തുടങ്ങാൻ വൈകിയതിന്റെ പ്രധാന കാരണം ജലജീവൻ മിഷന്റെ ജോലി നടക്കുന്നതാണ്. ജലജീവൻ മിഷന്റെ പണി പൂർത്തിയായി അതിന്റെ റിസ്റ്റോറേഷന്റെ പണം വാട്ടർ അതോറിറ്റി അടച്ചു കഴിഞ്ഞാൽ മാത്രമേ റോഡ് വർക്ക് ആരംഭിക്കാൻ പറ്റൂ. റോഡ് വർക്ക് ആദ്യം നടത്തിയാൽ വീണ്ടും ഇത് പോയിട്ട് പൊളിക്കേണ്ട സ്ഥിതി വരും. അതുകൊണ്ടാണ് കുറച്ച് കാലതാമസം മിക്കവാറും വർക്കുകളുടെ കാര്യത്തിൽ നേരിട്ടത്. അപൂർവം ചില വർക്കുകളുടെ കാര്യത്തിൽ കോൺട്രാക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായ കാലതാമസമുണ്ട്. വർക്കെടുത്ത കോൺട്രാക്ടർമാർ പണി കൃത്യസമയത്ത് തുടങ്ങാൻ തയ്യാറാവാത്ത ചില പ്രശ്നങ്ങളുണ്ട്. അത് അത്തരം ഒരു കോൺട്രാക്ടറുടെ കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ടെർമിനേറ്റ് ചെയ്തു, പകരം റിട്ടേൺ ചെയ്തിട്ട് റോഡ് നിർമ്മാണം പൂർത്തിയാക്കി. പക്ഷെ അപ്പോൾ അത്ര കാലതാമസം വരും. ഈ സാങ്കേതികത്വത്തിന്റെ മാത്രം പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതല്ല, അനുമതികളും കൊടുക്കാത്തതല്ല. പക്ഷെ സാങ്കേതികത്വം മൂലമാണ് റോഡ് പണികളുടെ കാര്യത്തിൽ അല്പം കാലതാമസം ഉണ്ടായത്. പക്ഷേ മെയ് മാസത്തോടുകൂടി 16 റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. ഇപ്പോൾ ഇതിനകം നിർമ്മാണം പൂർത്തിയായതും ഫണ്ട് അനുവദിച്ചതും ഇപ്പൊ വർക്ക് തുടങ്ങാൻ പോകുന്നതും എല്ലാമായി 128 റോഡുകൾക്ക് വലുതും ചെറുതുമായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. PWDയുടെ 16 റോഡുകൾ, അതുപോലെ തന്നെ LSDയുടെ 4 റോഡുകൾ, MLA ഫണ്ടിൽ നിന്നുള്ള 62 റോഡുകൾ, ഫ്ലഡിൽ നിന്നുള്ള 42 റോഡുകൾ, 26 പൂർത്തിയായി കഴിഞ്ഞു. ഇങ്ങനെ എല്ലാം കൂടി നോക്കിയാൽ വലുതും ചെറുതുമായ 128 തീരദേശ റോഡുകൾ 4 എല്ലാം കൂടി 128 റോഡുകൾക്ക് ഫണ്ട് അനുവദിച്ചു. അതിൽ ഏതാണ്ട് ഒരു 25-28 എണ്ണാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ബാക്കി ചിലത് നടന്നുകൊണ്ടിരിക്കുന്നു. കുറേ എണ്ണം ഇപ്പോൾ വർക്ക് ആരംഭിക്കും. ഈ മഴ കഴിഞ്ഞാൽ ഉടൻ വർക്ക് ആരംഭിക്കും. ഇനി ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി കൂടി വരുന്നുണ്ട്. 1000 കോടി രൂപയുടെ പദ്ധതി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ജനുവരി പകുതിയോടുകൂടി നിർമ്മാണം ആരംഭിക്കും. അതുകൂടി വരുമ്പോൾ തൃത്താല മണ്ഡലത്തിൽ പുതുതായി 150 റോഡ് എന്ന് ഉറപ്പ് പറയാൻ പറ്റും. അതുകൂടി വരുന്നതോടുകൂടി അപ്പോൾ റോഡിൻ്റെ കാര്യത്തിലും ഈ പറഞ്ഞൊരു ചെറിയ കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് പരിഹരിച്ചുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയും. തൃത്താല ആശുപത്രിയുടെ നിർമ്മാണം അതിഗംഭീരമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 12.5 കോടിയുടെ പദ്ധതിയാണ്. അത് അതിവേഗത്തിലാണ് നിർമ്മാണം നടക്കുന്നത്. 38 സ്കൂളുകൾക്കായി 49,67,45,000 രൂപയാണ് വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകൾക്കും ഗവൺമെന്റ് കോളേജിനും കൂടി ചെലവഴിച്ചത്. വെറും 1.5 വർഷം കൊണ്ടാണ് 8.5 കോടി രൂപയുടെ കിഫ്ബി വർക്ക് ഗവൺമെന്റ് കോളേജിൽ പൂർത്തിയാക്കിയത്. എല്ലാ മേഖലയും സ്പർശിക്കുന്ന സമഗ്ര വികസനമാണ്. 4 സ്ഥലത്താണ് ഓപ്പൺ ജിമ്മിന് സ്ഥലം കിട്ടിയത്. അത് ഒന്നിപ്പോൾ ചാലിശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു, ബാക്കി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി സ്ഥലം കിട്ടുന്ന മുറയ്ക്ക് അതും 1 വർഷത്തിനുള്ളിൽ ഓപ്പൺ ജിം എല്ലായിടത്തും വരും. കുറേ സ്ഥലത്ത് സ്ഥലം കിട്ടാത്തതാണ് പ്രശ്നം. കുടിവെള്ളം ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ്. അവിടെയും ഈ സാങ്കേതിക പ്രശ്നം നിൽക്കുകയാണ്. 54 കോടി രൂപയുടെ 2 പദ്ധതികൾ എന്ന് പറഞ്ഞാൽ 2 കൂടി ചേർന്ന 108 കോടി രൂപയുടെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് 7 തവണ ടെൻഡർ ചെയ്തിട്ടാണ് ഒരു പദ്ധതി എടുക്കാൻ ആളെ കിട്ടിയത്. 7 തവണ. ഓരോ തവണ ടെൻഡർ ചെയ്യുമ്പോഴും ചുരുങ്ങിയത് 2 മാസം നമുക്ക് നഷ്ടം വരികയാണ്. അപ്പോൾ ഏതാണ്ട് അത്രയും ഒരു കൊല്ലത്തിലധികം ടെൻഡർ ചെയ്ത് ആളെടുക്കാത്തതുകൊണ്ട് നഷ്ടം വന്നു. അവസാനം ഇപ്പോൾ ഒരാളെടുത്തു, ഇപ്പോഴാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കൊല്ലം മുമ്പ് ആരംഭിക്കേണ്ടിയിരുന്ന പദ്ധതിയാണ്. ഒന്ന് മറ്റേ മുടവന്നൂരിലാണ്, പിന്നെ ഒന്ന് പട്ടിത്തറയിലാണ്. 2 വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് 33ഉം 12 45 പ്രതിദിനം 45 ദശലക്ഷം ലിറ്റർ വെള്ളം MLD മില്യൺ ലിറ്റർ ആണ് മറ്റേ പ്രതിദിനം അവിടെ ട്രീറ്റ് ചെയ്യാനുള്ള ശേഷിയുള്ളത്. പക്ഷേ ഈ പറഞ്ഞ കാലതാമസം കൊണ്ട് നിർമ്മാണം ഇപ്പോൾ ആരംഭിക്കും. അത് പൂർത്തിയാവണമെങ്കിൽ ചുരുങ്ങിയത് 1.5 കൊല്ലം എടുക്കും. അതാണ് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ. എന്നാൽ താൽക്കാലികമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾക്ക് കഴിഞ്ഞ ദിവസം റോഷി അഗസ്റ്റിൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ചേംബറിൽ ഞാനും അദ്ദേഹവും കൂടി പങ്കെടുത്തു. ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് തൃത്താലയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടികൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട്. അത് പൈപ്പ് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രധാന പ്രശ്നം. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൈപ്പ് കൂട്ടുന്നതാണ്. റോഡ് പൂർത്തിയാക്കിയ ഉടൻ പൈപ്പ് മാറ്റി സ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ട്. നിരസിക്കപ്പെട്ടു.
സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ KSTP ഒരു പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ട്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കടുത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ അതിനേക്കാൾ തകർന്ന റോഡുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതിനാണ് മുൻഗണന ആദ്യം കൊടുത്തത്. അപ്പം അന്ന് കഴിഞ്ഞ ഈ പ്രപ്പോസലുകളെല്ലാം 3 കൊല്ലം മുമ്പ് കൊടുത്തതാണ്. അന്ന് ഈ റോഡിന്റെ സ്ഥിതി ഇത്രയും മോശമായിട്ടില്ല. പക്ഷെ എന്തെങ്കിലും ഒരു പോംവഴി അതിന് തീർച്ചയായിട്ടും കണ്ടെത്തുന്നതിന് വലിയ പൈസ ആവശ്യമാണ്. അല്ല, അന്ന് 47 കോടി വകയിരുത്തുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അത് നമ്മള് നബാർഡിലേക്ക് പ്രപ്പോസൽ കൊടുത്തു. പക്ഷെ നബാർഡിന് കിട്ടിയില്ല. KSTPയിലേക്കും കൊടുത്തിട്ടുണ്ട്. അതെ, എനിക്ക് ഉപേക്ഷിച്ചിട്ടുള്ളതാണ്. അത്. ഇനിയിപ്പോ ആ റോഡ് മാത്രമേ തൃത്താലയിൽ ഈ മെയ് മാസത്തോടു കൂടി ബാക്കി 16 റോഡും ദൈവത്തിന് അവശേഷിക്കുന്ന അതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി ആ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും, ആ റോഡിന്റെ കാര്യത്തിൽ മാത്രം. പക്ഷെ പ്രശ്നം സാധാരണഗതിയിൽ കിട്ടുന്ന പൈസ പോരാ എന്നതാണ്. ഈ കൂട്ടുപാത ആറങ്ങോട്ടേര റോഡും ഭയങ്കര മോശമാണ്. അതല്ലേ ഇപ്പൊ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, കൂട്ടുപാത ആറങ്ങോട്ടേര ഫണ്ടായിട്ടുണ്ട്. ഇപ്പൊ ബാക്കി പ്രധാനപ്പെട്ട എല്ലാ റോഡുകൾക്കും ഫണ്ടായിട്ടുണ്ട്. ഈ റോഡിനാണ് ഇനി അവശേഷിക്കുന്നത് എന്നാണ് എന്റെ ഓർമ്മ. അല്ല, കൂട്ടുപാത ആറങ്ങോട്ടേര റോഡല്ല, വട്ടുള്ളി കറവത്തൂർ റോഡാണ് സാർ പറയുന്നത്. ഇട്ടോണം റോഡുണ്ട്. കറവത്തൂര് നമുക്കത് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും റോഡുകളുടെ കാര്യത്തിൽ. അതിൽ കാണേണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നത്. ഈ റോഡൊന്നും 3 കൊല്ലം കൊണ്ട് തകർന്നതല്ല. ഈ റോഡുകളുടെ സ്ഥിതി അങ്ങേയറ്റം പരിതാപകരമായിരുന്നു. വേറൊരു മണ്ഡലത്തിലും 2021 ഇത്ര മോശം റോഡുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും റോഡ് മുഴുവൻ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി വന്നു. ഇപ്പം ഏതെങ്കിലും 4 5 റോഡാണെന്ന് മനസ്സിലാക്കാം. 16 17 റോഡാണ് തകർന്നു കിടന്നിരുന്നത്. അത് ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പരിഹരിക്കും. നാഗലശ്ശേരി IT എന്നാണ് സർക്കാർ നിശ്ചയിച്ച പേര്. ഇപ്പൊ താൽക്കാലിക ക്ലാസ് തൃത്താലയിൽ ആരംഭിക്കുന്നു എന്ന് പറയുന്നു. കാരണം അത് അവിടെ കെട്ടിടം കിട്ടിയത്. നാഗലശ്ശേരിയിൽ കെട്ടിടം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ തൃത്താലയിൽ ആരംഭിക്കുന്നത്.